ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ മത്സരിച്ച തോൽക്കുന്നവർ, ഉറപ്പായിട്ടും തോൽക്കുന്നവർ ആരൊക്കെയാണ്? പൊതുവെ CPI-ലെയും CPM-ലെയും മന്ത്രിമാർ ആണെന്നുണ്ടെങ്കിൽ അതൊരു നീണ്ട ലിസ്റ്റ് നമുക്ക് പറയേണ്ടി വരും. അതായത് CPM-ന്റെ ഇപ്പം മുഖ്യമന്ത്രി ധർമ്മടത്താണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ഒന്ന് നോക്കണ്ട, വെറുതെ ഇരുന്നാൽ അദ്ദേഹം ജയിക്കും. ധർമ്മടത്ത് എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നോക്കിക്കണ്ടിട്ട് നമുക്കത് പറയാൻ പറ്റും. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, പാർട്ടി പറഞ്ഞാൽ കേൾക്കണമെന്ന് പറയുന്നു. ശരി, മുഖ്യമന്ത്രി അവിടെ ഒന്നുണ്ട്. ബാക്കി നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ, NCP-യുടെ മന്ത്രി ശശീന്ദ്രനെ മത്സരിപ്പിക്കേണ്ട എന്ന ഒരു വാക്കാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം എലത്തൂരാണ് മത്സരിക്കുന്നത്. എലത്തൂർ അദ്ദേഹത്തിന് നിർത്തണ്ട എന്നും അദ്ദേഹത്തിന് പകരം സുരേഷ് ബാബു എന്ന് പറയുന്ന മറ്റൊരു നേതാവിന്റെ പേര്, പിണറായിക്കൂടെ ഇഷ്ടപ്പെട്ടൊരു നേതാവിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതിനി അറിയില്ല. ഏതായാലും എലത്തൂര് ചിലപ്പോൾ CPM വേറെ ആരെങ്കിലും നിർത്തിയാൽ എന്തായാലും ശശീന്ദ്രൻ മത്സരിക്കാൻ ഏതാണ്ട് ഒരു 70% ചാൻസ് ഇല്ല. കാര്യം അദ്ദേഹത്തിന് വാർദ്ധക്യം, നല്ല വയസ്സായിട്ടുണ്ട്. അപ്പൊ ശശീന്ദ്രൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് പഴി കേട്ട ഒരു വനം മന്ത്രിയാണ്. ഇത്രയധികം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയ ഒരു അവസരം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഈ 5 കൊല്ലം കൊണ്ട് എത്ര മനുഷ്യരാണ് നിഷ്കരണം പോയത്. പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന വീണ ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ട. അപ്പൊ വീണ ജോർജിന്റെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം അത് പറഞ്ഞതിനെ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു എന്ന് AK സെന്റർ എന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെയൊന്നും ഒരു ജില്ലാ സെക്രട്ടറി പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇദ്ദേഹം ഒരു കൂടെ നേരത്തെ ഇറങ്ങിയത് രണ്ടാമതൊരു തവണ കൂടെ മത്സരിക്കാൻ ചാൻസ് ഉണ്ടെന്നും അങ്ങനെയുള്ളവർ നിർത്താൻ പോകുന്നു എന്നൊക്കെയുള്ള കുറേ മാധ്യമ സൃഷ്ടികളുണ്ട്. പക്ഷെ അതെല്ലാം മാറും. എനിക്ക് തോന്നുന്നു CPM എന്ന് പറയുന്ന പാർട്ടി ഈ രണ്ടാം ടൈമിൽ മന്ത്രിമാരെ അവർ നിയമിച്ചത് തന്നെ നമ്മൾ ആരും വിചാരിച്ചില്ല യുവനിര ഇത്രയും വരെ ആക്കും. ശരി, വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജിന് ആറന്മുളയിൽ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല. കോൺഗ്രസ് അവിടെ ഒരു നല്ല യുവത്വമുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇല്ലെങ്കിലും നന്നായിട്ട് പണിയെടുത്താൽ ആരായിരുന്നാലും വീണ ജോർജ് തോക്കാനാണ് സാധ്യത. ചിലപ്പോൾ അവർ നിൽക്കാനും പോകുന്നത്. രാജു അബ്രഹാമിനോട് ഈ കയർത്തിരിക്കുന്നത് വെറുതെ അല്ല. AK സെന്ററിലേക്ക് അത്രയ്ക്ക് പത്തനംതിട്ടയിലെ സഖാക്കൾ താഴെത്തട്ടിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എന്ത് കണ്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ പോകുന്നു. സ്വരാജ് മത്സരിക്കുമോ? സ്വരാജ് മത്സരിക്കില്ല എന്നാണ് ഇതുവരെ പറയുന്നത്. പക്ഷെ സ്വരാജ് മത്സരിക്കുമോ എന്നുള്ള ഇവിടെ തൃപ്പൂണിത്തുറയാണോ അതേ ഇനി നിലമ്പൂരാണോ എന്നറിയില്ല. സ്വരാജ് പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ വർക്കിന് വേണ്ടി ഇറങ്ങും എന്നൊരു വർത്തമാനമാണ് കേൾക്കുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പിന്നെ തോൽപ്പിക്കണോ അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ട്? ഇല്ല, നിലമ്പൂര് അദ്ദേഹം തോറ്റില്ലേ. ചിലപ്പോൾ തൃപ്പൂണിത്തുറ അദ്ദേഹത്തിന് ഒരു ഫൈറ്റർ ആണല്ലോ, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇലക്ഷന്റെ കോർഡിനേഷൻ അദ്ദേഹത്തിന് ഏൽപ്പിക്കാനേ ഉള്ളൂ. ഏതായാലും നമുക്ക് പറയാം, M മുകേഷിനെ ഒരിക്കലും മത്സരിപ്പിക്കില്ല. M മുകേഷിന് പകരം ഒരു പകരക്കാരനെ തേടി CPM നടക്കുകയാണ്. M മുകേഷിനെ ഈ വീണ ജോർജിന്റെ കാര്യം പറഞ്ഞ പോലെ കെട്ടി ഇറക്കുകയാണ് ചെയ്തത്. M മുകേഷിന്റെ കുടുംബം, അവരുടെ അച്ഛൻ O മാധവനൊക്കെ CPI ആണ്. കാളിദാസ കലാകേന്ദ്രം പോളയത്തോട്, ഞാൻ ഈ മുകേഷിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പോളയത്തോട് പറയുന്ന സ്ഥലത്ത് അവർ CPI-യുടെ ഒരു കുടുംബ അംഗമാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷ ചായവുള്ള അദ്ദേഹത്തിന് CPM ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്തവണ, തോന്നുന്നില്ല, ഉറപ്പായിട്ട് 100% മുകേഷ് സ്ഥാനാർത്ഥിയാവില്ല. ഉറപ്പാണ്. മുകേഷിനെ നിർത്തിയാൽ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം തോൽവി ഉറപ്പാണ്. OR കേളുണ്ട്, MP രാജേഷ് ഉണ്ട്. MP രാജേഷ് തൃത്താല മത്സരിക്കുന്നില്ല എന്നൊരു വർത്തമാനമാണ്. കാര്യം MP രാജേഷ് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള അത്യാവശ്യം വൈബ്രന്റ് ആയ ഒരു നല്ല മന്ത്രിയാണ്. സ്പീക്കറായിരുന്നപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ എക്സൈസ് മന്ത്രി എന്ന രീതിയിൽ വളരെ മാറ്റം, അദ്ദേഹത്തിന്റെ ജനപ്രിയതയൊക്കെ പോയിട്ടുണ്ട്. പാലക്കാട് അദ്ദേഹം ജയിക്കുമോ, തൃത്താല അദ്ദേഹം വരുമോ, അവിടെ VT ബൽറാം തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. MP രാജേഷ് മത്സരിക്കുന്നില്ല എന്നൊരു വർത്തമാനമാണ് ഇപ്പോൾ അദ്ദേഹവുമായി വിശ്വസ്തരായിട്ടുള്ളവർ പറയുന്നത്. പാർട്ടി പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും, എന്നാൽ അദ്ദേഹം ജയിക്കുമെന്ന ഒരു സംശയമാണ്. പിന്നെ നമുക്ക് വേറെ എന്ന് പറയുന്നത് വി ശിവൻകുട്ടി നേമത്ത് മത്സരിക്കും. വി ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് നേമത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു അബദ്ധമൊക്കെ പറഞ്ഞു. പക്ഷെ ശിവൻകുട്ടി അങ്ങനെ പറയുന്ന ഒരാളല്ല. ശിവൻകുട്ടിയെ കുറിച്ച് എന്തൊക്കെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പൊ നിയമസഭയിൽ അദ്ദേഹം അങ്ങനെ ആയത് ഇങ്ങനെ ആയതൊക്കെ ഉള്ള ശിവൻകുട്ടി എന്ന് പറയുന്ന നേതാവിന് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയാൽ തിരുവനന്തപുരം ജില്ലയിൽ മറ്റേത് CPM നേതാക്കൾക്ക് വേണ്ടി വോട്ട് തേടി പോകുന്നതിനേക്കാളും ചെറുപ്പക്കാർ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചു പോകും. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു അണ്ണനായിരുന്നു. CPM ശിവൻകുട്ടി അണ്ണൻ. കാര്യം ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ശിവൻകുട്ടി അണ്ണൻ എന്ന് പറയുന്നത് മറ്റേത് നേതാക്കളെക്കാളും, ജില്ലയിലെ മറ്റേത് നേതാക്കളെക്കാളും സാധാരണ പ്രവർത്തകർക്ക് വളരെ താല്പര്യമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മത്സരിച്ചാൽ ഒരു നല്ല ഫൈറ്റ് നിയമത്ത് ഉണ്ടാകുന്ന കാര്യം. കേളു മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. കേളുവിനെ മത്സരിപ്പിക്കും. രണ്ടാമതൊരു ടൈം ആണെങ്കിലും
മത്സരിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ബാലഗോപാല് കൊട്ടാരക്കര അദ്ദേഹം മത്സരിക്കും. അദ്ദേഹത്തിനെ കൊല്ലത്തോട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മത്സരിക്കാനാണ് സാധ്യത. പിന്നെ രാജീവിന്റെ കാര്യം, പി രാജീവ്, ബാലഗോപാൽ കഴിഞ്ഞാൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും ജയിക്കേണ്ട മന്ത്രി ആരാണ്? മത്സരിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് ജയിക്കണം എന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ജയിക്കണമെന്നാണ് എനിക്ക്. കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി മാത്രമേ എല്ലാവർക്കും രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം ജയിക്കുക, നല്ല വോട്ടിന് ജയിക്കുകയും ചെയ്യും. അവിടെ ജ്യോതികുമാർ ചാമക്കാല എത്ര വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും കെ വി ഗണേഷ് കുമാർ അദ്ദേഹം ജയിക്കണമെന്ന് തന്നെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എടുത്തു പറയാനായിട്ട് മത്സരിക്കുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിന്ദു മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. പകരം എ വിജയരാഘവൻ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. ബിന്ദു മത്സരിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ നമ്മൾ പറയുന്ന പോലെയല്ല, നിശബ്ദമായി പാർട്ടി ഇവരെല്ലാം വീക്ഷിക്കുമല്ലോ. പാർട്ടിക്ക് ഒരു മൂന്നാം കണ്ണ് എന്തായാലും ഉണ്ടല്ലോ. പിന്നെ എം പി ഗോവിന്ദൻ മത്സരിക്കില്ല എന്ന് പറയുന്നു, തളിപ്പറമ്പ്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കൺവീനർ ടി പി രാമകൃഷ്ണൻ മത്സരിക്കുമെന്നൊരു വാക്കുണ്ട്. അല്ല, മത്സരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് കേൾക്കുന്നത്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്, മത്സരിക്കണമെന്ന് പറയുന്നുണ്ട്. കാര്യം ഈ സുനിൽ കനകോല് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ മുതിർന്ന നേതാക്കൾ, ഇപ്പൊ തൃശ്ശൂർ സുധീറിനെ പോലും, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പിന്നെ കെ സുധാകരന്റെ കാര്യം പറഞ്ഞു. വി എം സുധീറിന് എന്താ കുറവ്? വി എം സുധീറിനെ മണലൂര് നിർത്തിയാൽ മണലൂർ ഇപ്പം ഓരോ ജില്ലയിലും ഈ സുനിൽ കനകോല് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഓരോ ജില്ലയിലും ഓരോ തിളങ്ങുന്ന നേതാക്കളെ നിർത്തിയാൽ, ഇപ്പൊ മണലൂര് പിന്നെ ഇദ്ദേഹം സുധീരൻ മത്സരിച്ചാൽ തൃശ്ശൂരിന് അതൊരു ഭയങ്കര ഇതാണ്. തൃശ്ശൂർ അദ്ദേഹം ഒന്ന് ഇറങ്ങി പണിയെടുത്താൽ മതി, ഉറപ്പായിട്ട് അദ്ദേഹം വരും, അവിടെ കയറും. അതുപോലെ കണ്ണൂർ ഇദ്ദേഹം. അപ്പൊ ഇങ്ങനെ നേതാക്കൾ ഇഷ്ടം പോലെ. മുല്ലപ്പള്ളി അങ്ങനെ കോഴിക്കോട് നിർത്തണമെന്ന് പറയുന്നുണ്ട്. അത് നാദാപുരത്ത് മത്സരിക്കുമെന്നാണ് ഒരു ഇത് പറയുന്നത്, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ടി പി രാമകൃഷ്ണന്റെ പേര് പറഞ്ഞു, ബാലഗോപാലിന്റെ കാര്യം പറഞ്ഞു. രാജീവ് മത്സരിച്ചാൽ കളമശ്ശേരിയിൽ തോക്കാനാണ് സാധ്യത. DCC പ്രസിഡന്റ് ഷിയാസ് കളമശ്ശേരിയിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ ഒരു ഈസി വാക്കോവർ എന്തായാലും രാജീവിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും എന്തായാം ത്രസിപ്പിക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരാൻ. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ നമ്മൾ ഇതേപോലെയുള്ള ഒത്തിരി വാർത്തകൾ. ഇനി നമ്മുടെ മന്ത്രിമാരുടെ എണ്ണത്തിൽ നിന്ന് CPI മന്ത്രിമാരെ കാര്യം നമ്മൾ പറയാതെ വിട്ടുപോയി. ചിഞ്ചുറാണിക്ക് ഇരവിപുരത്തേക്ക് അവരിപ്പോൾ മത്സരിക്കുന്നിടത്ത് നിന്ന് അവർ കൊല്ലത്ത് തന്നെയാണ് മത്സരിക്കുന്നത്, അത് മാറ്റിക്കിട്ടണം എന്ന് പറഞ്ഞൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ഈ ഭക്ഷ്യമന്ത്രി അനിൽകുമാർ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത, നെടുമങ്ങാട് മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതുകൂടെ പറയാം. ഇപ്പൊ പിന്നെ രാജൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തൃശ്ശൂരായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്. രാജൻ തുടങ്ങി CPIയുടെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും മത്സരിക്കും. പക്ഷേ ഇതിനകത്ത് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM-നും CPI-നും ഇടയിൽ വല്ലാത്തൊരു വിള്ളൽ ആശയപരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇടത് ജനാധിപത്യ മുന്നണിയിൽ CPI സ്ഥാനാർത്ഥികൾ ഇത്തവണ ജയിക്കുന്നതിന്റെ എണ്ണം കുറയാനാണ് സാധ്യത. കാര്യം അവർക്ക് മാത്രമായ ഒരു വോട്ട് ബാങ്ക് ഇല്ല. CPM കൂടെ വോട്ട് ചെയ്താലേ ജയിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരു അന്തർനാടകം ഈ തവണ നിയമസഭാ ഇലക്ഷനിൽ CPM പ്രവർത്തകർക്കിടയിൽ നിന്ന് CPIക്ക് ഇട്ടൊരു പണി വരാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. ഇന്നലെ പാലക്കാട് S അജയകുമാർ എന്ന് പറയുന്ന പഴയ MP VS പക്ഷക്കാരൻ ബിനോയ് വിശ്വത്തിനെ ഒരു 4ാം കിട നേതാവിനോടാണ് ഉപമിച്ചത്. അപ്പൊ അതും ഒരു വലിയ അന്തർനാടകമായിരിക്കും. നമുക്ക് രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇനി അങ്ങോട്ട് പറയാനുണ്ടാവും.